ഞാൻ ഈ ഇടയായിട്ടൊരു വീഡിയോ കണ്ടു. ഇതൊരു പെൺകുട്ടിയുടെ വീഡിയോ ആയിരുന്നു. ഇവള് വീൽ ചെയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടിക്ക് തീരെ വയ്യ. അപ്പം എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സംസാരിക്കുന്ന വയ്യ, അതുപോലെ തന്നെ കൈകാലുകൾക്ക് തീരെ തളർച്ച ഏർപ്പെട്ടെ. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റോറി ആ കുട്ടി തന്നെ പറയുന്ന രീതിയിലൊരു വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ കൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ആദ്യം വിചാരിച്ചത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ജനിച്ച് വീണത് എന്നായിരുന്നു. കുറേ കാലം കോമാ സ്റ്റേജിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റിൽപ്പം അവൾ തന്നെ വിചാരിച്ചത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ജനിച്ചത്, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണെന്ന് കരുതിയത്. പിന്നീടാണ് അവൾ അറിഞ്ഞത് അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കോമാ സ്റ്റേജിലായിട്ട് അതിനുശേഷമാണ് ഈ രീതിയിൽ എത്തിപ്പോയതെന്നുള്ളത്. ആ റിയലൈസേഷൻ വന്ന് തന്നെ അവളെ വിശ്വസിക്കാൻ തുടങ്ങിയത് അവളെ പഴയ വീഡിയോകൾ അവർ കാണുന്ന സമയത്തായിരുന്നു. ആ വീഡിയോകൾ അതിൽ കൂടെ ആ കുട്ടി നന്നായി ഡാൻസ് കളിക്കുകയായിരുന്നു, നന്നായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിയിരുന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വം തന്നെ കംപ്ലീറ്റ്ലി മറന്നുപോയി ഒരു കോമാ സ്റ്റേജിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കന്നെ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഓരോ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തും സംഭവിക്കുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ എഴുന്നേറ്റ് കഴിയാൻ നമ്മളെ ഇൻഫർമേഷൻ അന്ന് ലാഗ് ചെയ്തിട്ടാണ് കയറുന്നത്. ശരിക്കും നമ്മൾ അറിയുന്ന പോലുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, നമ്മൾ ഒരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും നമ്മൾ മരിച്ചു പോയതാണെന്നുള്ളത്. ഈവൻ നമ്മളൊരു കുഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മൾ ജനിച്ചതെന്ന് വിചാരിച്ചു, നമ്മുടെ കോൺഷ്യസ്നസ് വന്നു വിചാരിച്ചു, എത്ര വർഷം എടുക്കും ഈ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് ആ പഴയ സെൽഫ് ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി മറന്നിട്ട് പുതിയൊരു ഐഡൻറ്റിറ്റി ആയിട്ടല്ലേ വരുന്നത്. സോഷ്യലി പ്രോഗ്രാം ചെയ്യല്ലേ ആൾക്കാർ, പാരൻസ് പ്രോഗ്രാം ചെയ്യണം, നമ്മൾ സ്കൂളുകൾ എൻവയോൺമെൻറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, നമ്മൾ കൾച്ചർ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, നമ്മൾ റിലീജിയൻ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിൽ കൂടെ ഈ ചെറിയ കുട്ടി കോൺഷ്യസ് ആയിട്ട് വരുന്നത് വേറൊരു ഐഡൻറ്റിറ്റി അല്ലേ. ഞാനിത് പറയാൻ കാരണം ഒരു റിലീജിയസ് ആയ രീതിയിൽ പ്രോബ്ലമാറ്റിക് ആക്കാൻ വേണ്ടിയുള്ളൊരു ഇൻഫർമേഷൻ അല്ല ഇത്. ഇതൊരു കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ വളരെ ഫ്രജൈലായ വളരെ ദുർബലരായൊരു ജീവിയാണ് ഇൻ ടേംസ് ഓഫ് പല കാര്യത്തിലും. ശാരീരികമായി നോക്കുകയാണെങ്കിലും മറ്റു മൃഗങ്ങളെക്കാട്ടും വളരെ ശക്തി കുറഞ്ഞ ജീവിയാണ് മനുഷ്യൻ പല കാര്യത്തിലും. നമുക്ക് ആകെയുള്ളത് നമുക്ക് ഈ സെൽഫ് അവെയർനെസ് ആണ്, നമ്മുടെ ഈ ബോധമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ കോൺഷ്യസിന് നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അറിവുകൾ നമ്മൾ നേടിയിട്ട് നമ്മൾ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നമ്മളൊരു കർത്തവ്യമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ തേടിക്കൊണ്ടിരുന്നൊരു സംഭവം തന്നെയായിരുന്നു ഈ സംഭവം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. ഞാൻ ജനിച്ച് വളർന്ന സമയത്ത് ഞാൻ ജനിച്ച സ്ഥലത്ത് എൻ്റെ പാരൻസ് എന്നെ പ്രോഗ്രാം ചെയ്തു, എൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ പ്രോഗ്രാം ചെയ്തു, എൻ്റെ റിലീജിയസ് കാര്യങ്ങൾ എന്നെ പ്രോഗ്രാം ചെയ്തു, പല രീതിയിലുള്ള ബുക്കുകൾ എന്നെ പ്രോഗ്രാം ചെയ്തു. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാകും തോറും ഞാൻ മനസ്സിലാക്കിയത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അൺലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചെടുത്ത കാര്യങ്ങൾ അത് അൺലേൺ ചെയ്യുക, പിന്നെ നമ്മൾ റീലേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ സെൽഫ് വിത്തൗട്ട് സെൻസസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊന്നും കാണുന്നില്ല, എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ കാണുകയാണ്. സൂര്യൻ്റെ വെളിച്ചമുള്ളത് കൊണ്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെല്ലാ ഇമാജിനേഷൻസ് ഹാപ്പൻ ചെയ്ത് നമ്മുടെ ഈ തലച്ചോറിനുള്ളിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകം മൊത്തം എക്സിസ്റ്റ് ചെയ്യുന്നത് എൻ്റെ തലച്ചോറിനുള്ളിലാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ ക്യൂരിയസ് ആയി. അപ്പോഴാണ് ഞാൻ പല രീതിയിൽ യൂണിവേഴ്സൽ ലോനെ പറ്റി പഠിച്ചത്. പ്രപഞ്ച നിയമങ്ങൾ. ഈ പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറയുന്ന സംഭവത്തിന് വളരെയധികം മോഡേൺ സയൻസുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഭവമാണ്. അപ്പം അതും കൂടെ ആയപ്പോൾ എൻ്റെ ഈ ഒരു എന്താണ് റിയൽ സത്യം, ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, എന്താണ് എൻ്റെ കർത്തവ്യം, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ നിയമങ്ങളാണ് ഞാൻ പാലിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നതിനെ പറ്റിയൊരു ക്ലാരിറ്റി ആണ് എനിക്ക് കിട്ടിയത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ പല രീതിയിൽ പല ആൾക്കാർ ലോകത്തിൻ്റെ പല കോണുകളിലായിട്ട് ഇതേ ക്ലാരിറ്റി ഇട്ട് പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഈ സെയിം ഒരു അവെയർനെസ് എത്തിക്കാനുള്ളതാണ്, ഒരു ബോധം എത്തിക്കാനുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവം വിച്ച് ഈസ് എ സെൽഫ് വിത്തൗട്ട് സെൻസസ്. നിങ്ങളെ ചിന്തിക്കുക, ഒരു ഇരുട്ടറയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഇരുട്ടറയിൽ നിങ്ങൾ കാഴ്ച കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി. രണ്ടാമത്തെ ലെവൽ, ഈ ലെവലിൽ നിങ്ങളെ കേൾവി മുഴുവൻ കംപ്ലീറ്റ്ലി ഡിറ്റച്ച്, കംപ്ലീറ്റ്ലി സൈലൻസ്, നിങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയുന്നത് ഇമാജിൻ ചെയ്യാം. മൂന്നാമത്തതായി നിങ്ങളുടെ സെൻസ് ഓഫ് സ്മെൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി. അങ്ങനെ ഓരോ സെൻസറി ഓർഗൻസ്, നിങ്ങൾ ടച്ച് ആൻഡ് ഫീൽ ഇത് പോയി, ടേസ്റ്റ് പോയി, എല്ലാ സെൻസ് ഓർഗൻസ് കംപ്ലീറ്റ്ലി നമ്പായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾ, എന്താണ് ശരിക്കും ഇത്? എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ തന്നെ കുറേ പ്രോഗ്രാമുകൾ ഇട്ട് വെച്ച് നമ്മളിതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സെൻസ് ഓർഗൻസിനെ കംപ്ലീറ്റ്ലി നമ്മളങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ശരീരത്തിനെ ശരിക്കും പറഞ്ഞാൽ ജീവൻ എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് ഡെഡ് ബോഡി, മയ്യത്ത് അല്ലെങ്കിൽ ശവം എന്നൊക്കെയല്ലേ നമ്മൾ പറയാറ്.
ഒരു തരം കോൺഷ്യസ്നെസ് വരുന്ന കാരണത്താൽ നമ്മളതിനെ ഹ്യൂമൻ, മനുഷ്യനെന്ന് വിളിക്കുന്നു. അതിനെ കുറച്ചുകൂടി വർണ്ണിച്ച് നമ്മൾ പേരുകളിട്ട് വിളിക്കുന്നു. ഇതല്ലേ ശരിക്കും നടക്കുന്നത്? അപ്പോൾ ഈ പെർട്ടിക്കുലർ ഹ്യൂമൻ ബോഡി, ഈ പെർട്ടിക്കുലർ ശരീരത്തിന് ഇതിന് ഒരു മെക്കാനിസം ഉണ്ട്, ഇതിനൊരു പ്രോട്ടോകോൾസ് ഉണ്ട്, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിനൊക്കെ നമ്മൾ കറക്റ്റായ രീതിയിൽ അതിൻ്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഫോക്കസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ലോങ് ടേം ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു തോട്ട് എക്സസൈസ് തരാം. ഈ എക്സസൈസുകളെല്ലാം ചെയ്യുന്ന, ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഈ ബോഡി, ഞാനെന്ന് പറയുന്ന ഈ ബോഡി ശരിക്കും ഒരു മൃഗം, ഒരു ജീവി, അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സെയിം, ജസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ നടത്തുന്ന ഒരു സംഭവം. നമ്മുടെ ബ്രെയിനിൽ തന്നെ റെപ്റ്റൈൽ ബ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം തന്നെയുണ്ട്, ഉരക മസ്തിഷ്കം. മനുഷ്യൻ ഒരു സർവൈവൽ ജീവിയാണ്. നമുക്ക് സർവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ തന്നെയുണ്ട്. നെഗറ്റീവായ രീതിയിലാണ് അത് എപ്പോഴും നോക്കുക. വിച്ച് മീൻസ് ഏതൊക്കെ ത്രെട്ട് ഉണ്ടോ ആ ത്രെട്ടിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മളിങ്ങനെ ചെയ്യില്ലേ? എന്താ സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ബ്രീത്ത് എടുക്കുന്നുണ്ട്, നമ്മളെ കണ്ണുകൾ വൈഡ് ആവുകയാണ്, കൂടുതൽ വിഷ്വൽസ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ അടുത്ത് ഓടാൻ വേണ്ടി നമ്മളെ ബോഡി പ്രിപ്പയർ ആവുകയാണ്, അറ്റാക്ക് തടുക്കാൻ വേണ്ടി നമ്മൾ കൈ ഉയർത്തി വെക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഇൻബിൽട്ടായ സിസ്റ്റമാറ്റിക് സംഭവങ്ങളാണ്. എപ്പോഴും ചിന്തിച്ച് നോക്കിയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഓർഗനൈസ്ഡ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റെപ്റ്റൈൽ ബ്രെയിൻ, നമ്മുടെ ഈ പറയുന്ന ഉരക മസ്തിഷ്കം, നമ്മുടെ ഈ ബോഡിയെ, നമ്മുടെ ഈ മൃഗീയമായ ജീവിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻബിൽട്ടായ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം ഓൾറെഡി നമ്മുടെ ബ്രെയിനിലുണ്ട്. അത് നമ്മളിപ്പോൾ നോക്കിയാലും ഇറ്റ്സ് ഓൾറെഡി വർക്കിംഗ്. അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം നമ്മളെ കൺട്രോളിലല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി എൻജിനീയർ ചെയ്ത് വെച്ചൊരു സംഭവം തന്നെ നമ്മുടെ ബോഡിക്കുള്ളിലുള്ള സംഭവമാണത്. അതുകൊണ്ടാണ് ഈ മൃഗം എപ്പോഴും സേഫായി നിൽക്കാൻ ശ്രമിക്കാറുള്ളൂ. അതായത് കറക്റ്റായ രീതിയിൽ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, കറക്റ്റായ രീതിയിൽ വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ, കറക്റ്റായ രീതിയിൽ ഷെൽട്ടർ, താമസ സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മൃഗം വേറൊരു പണി എടുക്കില്ല, റിലാക്സ് ചെയ്ത് എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുണ്ടാവും. മൃഗമായി ജീവിക്കുന്ന കുറേ മനുഷ്യരെന്ന് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഒരു തെറ്റായ വചനമല്ല. ഇറ്റ് ജസ്റ്റ് ദ വേ ഹൂ വി ആർ. നമ്മളെന്ന് പറയുന്ന വ്യക്തികൾക്ക് നമുക്ക് ഈ പറയുന്ന, നമുക്കൊരു പൂച്ചയോ പട്ടിയോ നമ്മൾ വാങ്ങി, ഒരു ഡൊമസ്റ്റിക് ക്യാറ്റ്സിനൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ വീട്ടിൽ വെക്കാറില്ല. അപ്പോൾ അതിന് എല്ലാ ഫുഡുകളും നമ്മൾ കൊടുത്ത് പൂച്ചക്ക് പിന്നെ എലീനെ ഇട്ടെടുത്ത് എലീനെ പിടിക്കാൻ അറിയില്ല. എൻ്റെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ, ഈ പേർഷ്യൻ ക്യാറ്റിനെ വീട്ടിലേക്ക് വാങ്ങിക്കൊടുത്തത്, എൻ്റെ പെങ്ങൾ വാങ്ങിക്കൊടുത്തത് എൻ്റെ അമ്മയ്ക്ക്. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നെറ്റൊക്കെ അടിച്ചിട്ടുള്ളൊരു വലിയൊരു വിറക് പുരയാണ്. പൂച്ച ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അതിനുള്ളിൽ. ഇടയ്ക്ക് വീട്ടിനുള്ളിൽ കയറി വരും, കേജിനുള്ളിൽ പോകും, പുറത്ത് പോയിട്ട് നായകളൊന്നും പിടിച്ചിരിക്കാത്ത രീതിയിലായിരുന്നു തന്നെ മൊത്തം ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനടുത്തൊരു ടാപ്പ് ഉണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറ്റിക്കൊണ്ടിരിക്കും. ആ ഇറ്റിക്കൊണ്ടിരിക്കുന്ന ചെറിയ ട്രിപ്പ് പോലെ ആക്കി വെച്ചാൽ അതിനടുത്തൊരു ചെടിയുണ്ട്, ആ ചെടിയിലേക്ക് വെള്ളം പോകാൻ വേണ്ടി അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചൊരു സംഭവമായിരുന്നത്. അപ്പോൾ പൂച്ച എപ്പോഴും, പൂച്ചക്കുട്ടി ആയ സമയത്ത് തന്നെ വെള്ളം കുടിക്കുന്നത് നക്കിയാനും കുടിക്കുക, ഈ ഡ്രിപ്പിനെ നക്കി കുടിക്കുക. അപ്പം ഒരുവിധം എല്ലാ വെള്ളം ഈ പൂച്ച കിട്ടുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പം വെള്ളം സെപ്പറേറ്റ് കൊടുത്താൽ അത് കുടിക്കാറില്ല, കാരണം വെള്ളം ഇങ്ങനെയാണ് കുടിച്ച് പഠിച്ചത്. അങ്ങനെ ഈ പൂച്ചക്കുട്ടി വലുതായതിനു ശേഷം ഈ പൂച്ച പുറത്തൊക്കെ ഇതിനെ വിടാറുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ കാരണത്തിൽ ആ പൈപ്പിന് എന്തോ തകരാറാണ്, ആ പൈപ്പ് ഒരാഴ്ചത്തേക്ക് എന്തോ കൂട്ടി വെക്കേണ്ടി വന്നു. പിന്നെ ഒരു ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ പൂച്ച കംപ്ലീറ്റ്ലി പാരലൈസായി കിടക്കുന്നത്. ഓരോ ദിവസം കൂടുന്ന ഇതിൻ്റെ ഇങ്ങനെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ച് ഒരു ലെവലായപ്പം എൻ്റെ വീട്ടിലെ ഉമ്മ ഭയങ്കര ടെൻഷനായി, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഈ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയ സംഭവം മനസ്സിലായത് വെള്ളം കുടിക്കാത്ത കാരണത്തല്ല പൂച്ചക്ക് പറ്റിയ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ പൂച്ച ഹാബിച്വലി അങ്ങനെ പ്രോഗ്രാംഡ് ആയിപ്പോയി. ആ വെള്ളം അങ്ങനെ കുടിച്ചാൽ മാത്രമേ പൂച്ച കുടിക്കാറില്ല. വെള്ളം സാധാരണ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പൂച്ച കുടിക്കാൻ അറിയില്ല പൂച്ചയ്ക്ക്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു മൃഗം തന്നെ കംപ്ലീറ്റ്ലി പ്രോഗ്രാംഡ് ആയി പോയിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായ എൻവയോൺമെൻറ്റിനുള്ളിൽ കൂടുന്ന കാരണത്താൽ. അപ്പോൾ സെയിം സംഭവം, എക്സാക്ട് സംഭവമാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തികൾക്ക് നടക്കുന്നത്. ഈ പെർട്ടിക്കുലർ പൂച്ച അങ്ങനെ പ്രോഗ്രാമായി. പിന്നെ ഇവൻച്വലി ഈ സെയിം ടാപ്പ് തുറന്ന് ഇടേണ്ടി വന്നു. ഇപ്പോഴും ആ പൂച്ച ജീവിച്ചിരിപ്പുണ്ട്, നല്ല രീതിയിൽ ഈ പറഞ്ഞ ടാപ്പ് തന്നെ വെള്ളം കുടിക്കുക, വേറെ രക്ഷയില്ല. അല്ലാതെ സിറിഞ്ചെടുത്തിട്ട് വെള്ളം നമ്മൾ കുത്തി കുടിപ്പിക്കുകയായിരുന്നു ഈ പൂച്ചനെ, ഇത് ഹെൽത്തി ആയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് ഈ സെയിം എക്സാക്ട് സിറ്റുവേഷനിൽ കൂടിയാണ് പല മനുഷ്യരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ സൊസൈറ്റി മുഴുവൻ കൾച്ചറലി പ്രോഗ്രാംഡ് ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ഹൈപ്പോ മോഡിഫൈഡ് ആയ ഭക്ഷണങ്ങളാണ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയ ഭക്ഷണം, ഹൈപ്പോ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സീസണിലെ ഫ്രൂട്ട് എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ആ കാരണത്തിൽ നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി. ട്രാൻസ്പോർട്ടേഷൻ പണ്ടൊക്കെ ആൾക്കാർ നടന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ആ ആക്ടിവിറ്റിയും കംപ്ലീറ്റ്ലി തീരുമാനം. എല്ലാവർക്കും ഇപ്പോൾ ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, വണ്ടിയുണ്ട്, എവിടെ പോകണമെങ്കിലും നടന്നു പോകാൻ പറയുന്നതൊരു ഏലിയനായ സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മാറിയ ശേഷം മനുഷ്യൻ വീണ്ടും മൃഗമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വഭാവങ്ങളൊക്കെ മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചടഞ്ഞുകൂടിയിരിക്കും. ആ സെയിം സംഭവം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെൻസ് ഓർഗൻസ് പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ റെപ്റ്റൈൽ ബ്രെയിൻ, നമ്മൾ ഈ പറഞ്ഞ മൃഗീയമായ, നമ്മുടെ ശരീരം മൃഗമാണ്,
അതിന് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഏഞ്ചൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്ക് ഡെവിൾ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി, നമുക്ക് മൃഗമാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രഷൻ. ഒരു വർഷത്തിൽ 1% ഓഫ് എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 38% നിങ്ങൾ ഏഞ്ചലിലേക്ക് നിങ്ങൾ എത്താൻ കഴിയും. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനാവാൻ കഴിയും. ഏഞ്ചൽ എന്നാണ് മനുഷ്യനാവാം, ആദ്യം മൃഗമാവാതെ മനുഷ്യനായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവം. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ റെപ്റ്റൈൽ ബ്രെയിനാണ്, നമ്മുടെ ഈ ജീവിയാണ്, മൃഗത്തിനെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. കാരണം ഇതിൽ കൂടെ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഫുള്ള് നല്ല നമ്മളെ ഡോപ്പമിൻ, നമ്മളെ ഈ ഹാപ്പി ഹോർമോൺസ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ഹൈപ്പോ ഡോപ്പമിൻ ആയ ആക്ടിവിറ്റീസ് കണ്ട് പിന്നെ നമുക്കൊരു ചടപ്പ് വരാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഏത് പ്ലഷർ നമ്മൾ യൂസ് ചെയ്യുന്നു അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ലോ ഓഫ് ഡിമിനിഷൻ മാർജിൻ യൂട്ടിലിറ്റി, നമ്മുടെ ഒരു ലോ ആണ്. ഏത് സംഭവം അധികമായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു താഴ്ച ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും നമ്മൾ ആകെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ എത്തുകയും ചെയ്യാറുണ്ട്. പിന്നെ നമ്മളത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള സ്വീറ്റ്സും സംഭവങ്ങളും വാരി പിടിച്ച് കഴിക്കാറുണ്ട്. കഴിക്കുന്നത് കുഴപ്പമല്ല, അതിന് ആവശ്യമായ രീതിയിലൊരു കൗണ്ടർ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാത്ത കാരണത്താൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ സംഭവിക്കുന്നത്, അവിടെ നിങ്ങൾ മൃഗത്തിനെയാണ് ഫീഡ് ചെയ്യുന്നത്. മൃഗത്തിന് വേണ്ടതാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക, ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ആവശ്യമുള്ള ബ്രെയിനിന് വേണ്ട ഈ ഡോപ്പമിൻ അവിടെയും ഫുൾ ഇത് കൊടുക്കുക. ഇപ്പോൾ 2 സമയത്ത് നമ്മൾ മൃഗമായി മാറുകയാണ്. പിന്നെ രാവിലെ ഒരു വൈകുന്നേരം വരെ നമ്മൾ പോയി ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഒരു ബോധവും ഇല്ലാതെ ഏത് ലോകത്ത് കൂടെ പോകുന്നു ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവുകയാണെങ്കിലോ എന്താ സംഭവിക്കുന്നത്? അവിടെ നിങ്ങൾ മൃഗമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുക. ഞാനിങ്ങനെ ഒരു സോംബിയെ പോലെ ഇങ്ങനെ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് അധികം ആൾക്കാർ ഈ 9 to 5 ജോബിനോടൊക്കെ വലിയ ഒരു വിരക്തി തോന്നുന്നത്. ഈ 9 to 5 ജോബിനോട് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ 9 to 5 ജോബ് ട്രാപ്പ്, അതാണ് ഇതാണ്. ഒരു തേങ്ങയല്ല. നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ല. ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഒരിക്കലല്ല. ഏത് കർമ്മം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സെൻസ് ഓഫ് ഹാപ്പിനെസ്, സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ്, സെൻസ് ഓഫ് പീസ്, ആ ഒരു സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നിടത്തോളം നിങ്ങൾ ഏത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ എത്താം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മൃഗമായി ജീവിച്ചിരിക്കാതെ നിങ്ങൾ മനുഷ്യനാവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ നോക്കുന്നത് വെർച്വൽ വേൾഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റി പിടിച്ചിട്ട് നിങ്ങൾ റിയൽ ലോഡിലേക്ക്, ആ ഒരു മെഡിറ്റേഷൻ മോഡിലേക്ക് എത്തുക, മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുക. രണ്ടാമത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ മൈൻഡ്ഫുള്ളായി ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ആ ഒരു 5 മിനിറ്റ് അതും മൈൻഡ്ഫുൾനെസ് ആണ്. പിന്നെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് വെറുതെ ഫോൺ നോക്കി ഇരിക്കാതെ അവിടെ ഇവിടെ പോയി നോക്കാതെ റിലാക്സ് ചെയ്ത് ഓരോ നേച്ചറിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കളറുകളും ഓരോ സംഭവങ്ങളും ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക. ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി, വിച്ച് ഈസ് നേച്ചുറൽ വേൾഡ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. 1 മിനിറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ, 2 മിനിറ്റ് മൈൻഡ്ഫുൾ ആവാൻ, 3 മിനിറ്റ് നിങ്ങൾ സെൻസ് ഓർഗൻസിനെ ആക്റ്റീവ് ആക്കുക. അതായത് കാഴ്ച നിങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, സ്മെല്ല് വരാറുണ്ട്, പലതരത്തിലുള്ള ഫീല്, ടേസ്റ്റ്. ഈ പറയുന്ന സെൻസ് ഓർഗൻസിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിക്കൊണ്ട്, കംപ്ലീറ്റ്ലി മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ 3 മിനിറ്റ്, അത് ഈ 3 മിനിറ്റ് നിങ്ങൾ ത്രൂ ഔട്ട് ദ ഡേ സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് രാവിലെ, 1 മിനിറ്റ് ഉച്ചയ്ക്ക്, 1 മിനിറ്റ് രാത്രി, ഈ രീതി നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. പക്ഷേ ഈ ഓരോ മിനിറ്റിലും നിങ്ങൾ ഈ പറയുന്ന സെൻസ് ഓർഗൻസിന് കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. 1 മിനിറ്റ് ഈ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾ കളറുകൾ, 7 തരത്തിലുള്ള കളറുകൾ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ 6 തരത്തിലുള്ള കളറുകൾ, പല ഷെയ്ഡ്സ് ഓഫ് കളർ. ഇപ്പം ഇതൊരു ഗ്രീൻ കളറാണ്, ഇത് ലൈറ്റ്ലി ഒരു വൈറ്റ് കളറാണ്, ഇതൊരു ഗ്രേ കളറാണ്. അങ്ങനെ ഓരോ കളർ വെറുതെ കണ്ട് ഓരോ സമയം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബോധവാനാണ്, നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരികയാണ്, ഈ നൗ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരികയാണ്. അങ്ങനെ ഓരോ തവണ നിങ്ങൾ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഈ പറയുന്ന മൃഗം എന്ന് പറയുന്ന സ്ഥാനത്ത് മാറി മനുഷ്യനാവുകയാണ്. ഓരോ തവണ നിങ്ങൾ മനുഷ്യനാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് ആ പറയുന്ന കണ്ടൻമെൻറ്റ്, പീസ്ഫുൾ, കൂടുതൽ നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ലവ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ കളറുകളെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 തരത്തിലെ ശബ്ദങ്ങളെ ശ്രവിക്കുക. ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ശബ്ദത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ശേഷമുള്ള 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, പിന്നെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും സൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ 2 തവണ മുട്ടുക. ഈ മുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കൈക്കുണ്ടാകുന്ന ചെറിയൊരു വേദന ഉണ്ടാവും. ആ വേദന നിങ്ങൾ ഫീൽ ചെയ്യുക. ആ സൗണ്ട് നിങ്ങൾ കേൾക്കുക. ഇതൊരു പ്രാക്ടീസാണ്. 5 ഡിഫറെൻറ്റ് സൗണ്ട്സ് നിങ്ങൾ കേൾക്കുക. ഏറ്റവും സിമ്പിൾ 7 ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ ചിലപ്പം പ്രയാസമായിരിക്കും. ചിലപ്പം 6 ഡിഫറെൻറ്റ് കളർ കാണുക, 5 ഡിഫറെൻറ്റ് സൗണ്ട് നിങ്ങൾ കേൾക്കുക. അത് കഴിഞ്ഞ ശേഷം 4 തരത്തിലുള്ള സ്മെല്ല്. 4 തരത്തിലുള്ള സ്മെല്ല് എന്ന് പറയുന്നത്, രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്മെല്ലുണ്ടാവും, ഉച്ചക്കൊരു സ്മെല്ലുണ്ടാവും, വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണ സ്മെല്ലുണ്ടാവും. 3 സ്മെല്ലായില്ലേ. 4ാമത്തെ സ്മെല്ല് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഫ്രാഗ്രൻസ് അടിക്കുന്നതായിരിക്കും, പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. 4ാമത്തെ സ്മെല്ല്. ഈ 4 സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്നത് ഇത് കുറച്ച് അവെയർ ആവുക, നിങ്ങൾ ബോധവാനാവുക, റിലാക്സ് ചെയ്യുക, ഒന്ന് സെൻസ് ചെയ്യുക, ഒന്ന് അതിൽ കൂടുതൽ ഒന്ന് ഹൈപ്പർ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മൈൻഡ്ഫുൾ ആവും. പിന്നെ 3 തരത്തിലുള്ള ടേസ്റ്റ്, നിങ്ങൾ 3 തരത്തിലുള്ള ടേസ്റ്റ് നിങ്ങൾ ആസ്വദിക്കാൻ
ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ കഴിയുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും, രാത്രി ടേസ്റ്റ് ഉണ്ടാവും. ഈസി അല്ലേ? ഇതല്ലാതെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ 3 രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ലാതെ ഒരു പച്ചില എടുത്ത് കടിച്ച് വായിലിട്ട് വെക്കുക. അതുപോലെ തന്നെ നേച്ചുറൽ ഒബ്ജക്റ്റായിട്ട് മണ്ണെടുത്ത് വായിലിടണ്ട. ഞാൻ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചാൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ എലമെൻറ്റ് വരെ നിങ്ങൾ ഫീൽ ചെയ്യുക. വെള്ളത്തിനൊക്കെ ടേസ്റ്റ് നിങ്ങൾ എപ്പോഴും നോക്കിയിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ട് എപ്പോഴും വായിൽ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റാണ്. മധുരമുള്ള വെള്ളമല്ല കേട്ടോ, വെറും പച്ചവെള്ളത്തിന് കാര്യം പറയുന്നത്. ടേസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു ഭക്ഷണം അല്ലെ വെള്ളം നിങ്ങൾ വായിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഫോക്കസ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ സെൻസ് ഓർഗൻ നമ്മൾ പറയുന്നത് ടച്ചാണ്. സെൻസ് നമ്മളെ ഈ ടച്ച് ഫീലിംഗ് ആണ്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ടച്ച് ഫീല്, അല്ലെങ്കിൽ ഈ പെയിൻ ഉണ്ടാകുന്ന ഒരു ഫീല്, ഇതൊക്കെ ഓരോ ഫീലാണ്. അപ്പോൾ ഈ ഫീലിനെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 6 തരം നിറങ്ങൾ, 5 തരം സൗണ്ടുകൾ, 4 തരം മണങ്ങൾ, 3 തരം ടേസ്റ്റ്, ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ്, ഈ രീതിയിൽ നിങ്ങൾ ദിവസത്തെ നിങ്ങൾ ഓർഗനൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പോവുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇതാണ് നിങ്ങളെ മൈൻഡ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. മൃഗത്തിൽ നിന്ന് മനുഷ്യനാവുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കർത്തവ്യം. ഈ മനുഷ്യനായിട്ട് ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ മനുഷ്യനായി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.